കാലവർഷമെത്തിയിട്ടും തൊഴിലാളി ലയങ്ങൾ നവീകരിക്കാനുള്ള നടപടികൾ എങ്ങുമെത്തിയില്ല. നവീകരണത്തിന് അനുവദിച്ച 20 കോടി രൂപ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുമ്പോൾ ചോർന്നൊലിക്കുന്ന ലയങ്ങളിൽ ജീവൻ പണയം വെച്ചാണ് തൊഴിലാളി കുടുംബങ്ങൾ കഴിയുന്നത്. ഒരു കാലവർഷം കൂടി അതിജീവിക്കാനുള്ള ശേഷിയില്ലാത്ത ലയങ്ങളിലാണ് തൊഴിലാളി കുടുംബങ്ങൾ നരകയാതനയിൽ കഴിയുന്നത്. 2000-ൽ പൂട്ടിയ പീരുമേട് താലൂക്കിലെ 4 എസ്റ്റേറ്റുകളിലെ ലയങ്ങളാണ് ഏറ്റവും അധികം തകർച്ചയിലായത്. മറ്റ് എസ്റ്റേറ്റുകളിലെ ലയങ്ങളുടെ സ്ഥിതിയും ദയനീയമാണ്. വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലാത്തതിനാൽ ഉടനെങ്ങും നവീകരണം നടപ്പാകുമെന്ന പ്രതീക്ഷയും തൊഴിലാളികൾക്കില്ല. പ്രവർത്തിക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളി ലയങ്ങളുടെ അപകടാവസ്ഥ പരിഹരിക്കാൻ മാനേജ്മെന്റുകൾക്ക് തൊഴിൽ വകുപ്പ് നിർദ്ദേശം നൽകിയെങ്കിലും നടപടിയില്ല. നവീകരണം വൈകുന്നതിനാൽ മേൽക്കൂരയ്ക്ക് മുകളിൽ പടുത വലിച്ചു കെട്ടി ചോർച്ച മാറ്റാനെങ്കിലും നടപടി വേണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. പരിതാപകരമാണ്. ഞങ്ങൾ പേടിച്ചാണ് ഇതിനകത്ത് ഓരോ ദിവസം കഴിഞ്ഞു കൂടുന്നത്. ഇപ്പം കാറ്റും മഴയൊക്കെ വന്നു കഴിയുമ്പോൾ ഏത് അവസ്ഥയിൽ എത്തുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ആർക്കൊക്കെ ജീവൻ മിച്ചം കാണുമെന്നും പറയാനൊക്കെയില്ല. അതേ അവസ്ഥ. അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങളിൽ അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തേണ്ട ലയങ്ങളുടെ പട്ടിക തയ്യാറാക്കാൻ കഴിഞ്ഞ വർഷം നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ സർക്കാർ നടപടികളിൽ ഉണ്ടാകാറുള്ള കാലതാമസം ഇക്കാര്യത്തിലും വന്നതിനാൽ ഈ വർഷവും നടപടിയില്ല. അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങളിലെ ഒരു ലയമുറി പോലും സുരക്ഷിതവുമല്ല. ഒരു പടുത എങ്കിലും കിട്ടുവാണ് തൽക്കാലത്തിൽ ഒന്ന് മറച്ച് കിടന്ന് ഉറങ്ങാൻ രാത്രിയിലൊക്കെ ഭയങ്കര കൊച്ചു പിള്ളേരൊക്കെ കടന്ന് പാമ്പ് തേളൊക്കെ കയറിപ്പോറുക രാത്രിയിലൊക്കെ. തകർന്നു വീഴാതായ ലയത്തിൽ കാലിത്തൊഴുത്തിന് സമാനമായ അന്തരീക്ഷത്തിലാണ് തൊഴിലാളികൾ താമസിക്കുന്നത്. കാലവർഷം ശക്തമായാൽ ഇവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുകയും മാർഗമുള്ളൂ. രാത്രിയൊക്കെ മഴ പെയ്ത മൊത്തം ചോരുവാ. ഞങ്ങൾക്ക് കിടക്കാനേ പേടിയാ. ഇങ്ങനെയാണ് ഞങ്ങളുടെ അവസ്ഥ. നമ്മുടെ ആരോട് പറയാന്, പറയുന്നവരൊന്ന് നോക്കുന്നുണ്ട്, പോകുന്നുണ്ട്, വരുന്നുണ്ട്. അങ്ങനെ ചെയ്താന്നൊക്കെ പറയുന്നുണ്ട്. ഒരു അനുഭവം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. 2018-ൽ പെട്ടിമണി ദുരന്തം ഉണ്ടാവുകയും 2021-ൽ കോഴിക്കാനത്ത് ലയമുറി തകർന്ന് തൊഴിലാളി സ്ത്രീ മരിക്കുകയും ചെയ്തു. തുടർന്നാണ് ലയങ്ങൾ നവീകരിക്കാൻ 2022-23-ലും 23-24-ലും സംസ്ഥാന ബജറ്റിൽ 10 കോടി രൂപ വീതം സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. ഫണ്ട് വിനിയോഗിക്കാൻ 23 ഡിസംബറിൽ നടപടി തുടങ്ങി. ഇതിന്റെ ഭാഗമായി ജില്ലാ നിർമ്മിതി കേന്ദ്രം നവീകരണം ആവശ്യപ്പെട്ട് ലയങ്ങളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി തൊഴിൽ വകുപ്പിന് നൽകുകയും ചെയ്തു. തൊഴിൽ വകുപ്പ് ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് ധനമന്ത്രാലയത്തിന് നൽകുകയും ചെയ്തു. എന്നാൽ നടപടിയൊന്നും ഉണ്ടായില്ല. ഇതോടെ വർഷങ്ങളായി ചോർന്നൊലിക്കുന്ന മേൽക്കൂരയ്ക്ക് കീഴിൽ പയന്നു വിറച്ച് കവിടേണ്ട ഗതികേടിലാണ് തൊഴിലാളികൾ. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.